Hi and welcome back to English Council. In today's class, we are studying in detail about the future perfect continuous tense. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കോൺകോഡും യൂസേജുകളും അതുപോലെ തന്നെ ഫോംസും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ സമഗ്രമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് എ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്? This tense is used to form a sentence when we look to the past from a certain point in the future, and we also want to emphasize the duration or the length of the activity or the event mentioned. കാരണം ഇവിടെ നമ്മൾ ഭാവിയിലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞു പോയൊരു കാലമല്ല, വരാൻ പോകുന്നൊരു കാലം, ഭാവിയിലെ ഒരു ഭാവി കാലത്തിലെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിന്ന് കഴിഞ്ഞു പോയൊരു കാലത്തിലേക്ക് നമ്മൾ ഒന്ന് തിരിച്ചു നോക്കുമ്പോൾ, ഭാവി കാലത്തിൽ നിന്ന് ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതേസമയം ഈ കാര്യങ്ങൾ തുടർച്ചയായിട്ട് എത്ര നേരം നടന്നു എന്നും നമ്മൾ ഈ ടെൻസിൽ നമുക്ക് പറയാൻ കഴിയും. സോ അങ്ങനെ പറയുമ്പോൾ തുടർച്ചയായി നടന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ എല്ലാ കണ്ടിന്യൂസ് ടെൻസുകളിലും പറയുന്നത്. ആൻഡ് അത് ഭാവിയിൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിന്ന് പാസ്റ്റിലെ ഒരു പോയിന്റ് ഓഫ് ടൈമിലേക്കാണ് നമ്മൾ റെഫർ ചെയ്യുന്നതെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ നിങ്ങളോട് പറയാം, ഇതിൽ കൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. സോ ഈ സെന്റൻസ് നിങ്ങൾ നോക്കൂ. ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഫ്യൂച്ചറിലെ ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഭാവിയിലെ തുടർച്ചയായ ഒരു കാര്യം നേരത്തെ തുടങ്ങി എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ തുടങ്ങി, എന്നാൽ അത് ഫ്യൂച്ചറിലും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഫ്യൂച്ചറിലെ ഒരു പോയിന്റ് ഓഫ് ടൈമിലും അത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ട ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. ഓക്കെ, ഭൂതകാലത്തിൽ തുടങ്ങി എന്നാൽ ഭാവി കാലത്തിൽ അത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അത്രയും നോക്കിയാൽ മതി. സോ ഈ ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് എന്ന സെൻസിന്റെ നിർമ്മാണം, ലൈക് സ്ട്രക്ചർ നമ്മളൊക്കെ ശ്രദ്ധിച്ചാലോ. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സബ്ജക്റ്റ് ആയ ഐ പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ നമുക്ക് വെർബായിട്ട് നമ്മൾ ഇവിടെ വരുന്നത് എന്തൊക്കെയാണ്? വിൽ ഉണ്ട്, ഹാവ് ഉണ്ട്, ദെൻ ബീനും ഉണ്ട്, പിന്നെ ING ഫോം ഓഫ് ദ വെർബും ഉണ്ട്. സോ സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബാണ് നമുക്ക് ഈ ഒരു ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു സെന്റൻസ് നിർമ്മിക്കേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഒരു സെന്റൻസ് ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടൊരു കാര്യമാണ്. ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. സോ നമുക്കിനി അടുത്തതായിട്ട് ഇതിന്റെ ഒരു നെഗറ്റീവ് സെന്റൻസ് നിർമ്മിക്കാം. നെഗറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കില്ല എന്ന് പറയുന്നതാണ് നെഗറ്റീവ് സെന്റൻസ്. അങ്ങനത്തെ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോസിറ്റീവ് സെന്റൻസിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ആണല്ലോ നമ്മുടെ പോസിറ്റീവ് സെന്റൻസ്. അപ്പൊ നമ്മൾ വില്ല് കഴിഞ്ഞിട്ട് ഒരു നോട്ട് ആഡ് ചെയ്താൽ മതി, നമുക്കിതൊരു നെഗറ്റീവ് സെന്റൻസ് ആയി മാറും. സോ ഐ വിൽ നോട്ട് ഹാവ് ബീൻ വർക്കിംഗ് ആണ് നമുക്കൊരു നെഗറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫോം എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കില്ല. അപ്പൊ വില്ല് കഴിഞ്ഞിട്ട് നമ്മൾ നോട്ട് ചേർത്തു കൂടെ, അത്രമാത്രം. ഈ വിൽ നോട്ട് എന്ന് പറഞ്ഞാലും വോണ്ട് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. വോണ്ട് എന്ന് പറയുന്നത് വിൽ നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ്. സോ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം പറയാം. ശരി, ഇനി നമുക്ക് ഇതിന്റെ ചോദ്യങ്ങൾ നിർമ്മിച്ചാലോ? ഈ ഒരു പോസിറ്റീവ് സെന്റൻസിന്റെ ഈ ഒരു നെഗറ്റീവ് സെന്റൻസിന്റെ പോസിറ്റീവ് സെന്റൻസ് ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ആയിരുന്നു, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കും എന്നായിരുന്നു. അതേസമയത്ത് ഒരു ചോദ്യം എങ്ങനെയായിരിക്കും? ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമോ എന്നൊരു നമ്മൾ ചോദ്യമാണ് ചോദിക്കുന്നെങ്കിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? വേറൊന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വിൽ എടുത്ത് നമുക്ക് സബ്ജക്റ്റിന്റെ ഫ്രണ്ടിലേക്ക് ആക്കിയാൽ മതി. അപ്പോൾ ഐ വിൽ എന്നുള്ളത് വിൽ ഐ ആയിട്ട് മാറും. സോ വിൽ ഐ ഹാവ് ബീൻ വർക്കിംഗ്, ഇത് നമുക്ക് പോസിറ്റീവ് ഫോമിന്റെ ഒരു ചോദ്യമാണ്. സോ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എംഫസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു പറയുന്നത് നമ്മൾ ഈ ചെയ്ത കാര്യത്തിന്റെ എത്രത്തോളം നേരം നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയാണ്. തുടർച്ചയായിട്ട് എത്ര നേരം നമ്മൾ ഈ ഒരു ഈവന്റ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നു ഫ്യൂച്ചറിൽ എന്നാണ്, ഭാവി കാലത്തിൽ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ
We use the future perfect continuous to form when we are looking back to the past from a point in the future and we want to emphasize the length or duration of an activity or an event. So, ഈ സെന്റൻസുകൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. Example 1. In September, the head teacher will have been teaching at the school for 20 years. ഈ സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്കൂളിന്റെ ഹെഡ് ടീച്ചർ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിട്ട് 20 വർഷം തികയും. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? 20 വർഷം മുമ്പ് തൊട്ടേ ഈ ടീച്ചർ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ ടീച്ചർ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു മാസം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ വരുന്നത് ഇത് ഓഗസ്റ്റ് മാസമാണെങ്കിൽ സെപ്റ്റംബറിൽ ആ ടീച്ചർ ഇവിടെ തന്നെ പഠിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ആ സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും 20 വർഷം തികയും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇൻ സെപ്റ്റംബർ ഷീ വിൽ ഹാവ് ബീൻ ലിവിംഗ് ഇൻ ഫ്രാൻസ് ഫോർ എ ഇയർ. ഈ സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും ഫ്യൂച്ചറിലെ ഒരു പോയിന്റ് ഓഫ് ടൈം ആണ് നമ്മൾ പറയുന്നത്. ഷീ വിൽ ഹാവ് ബീൻ ലിവിംഗ് ഇൻ ഫ്രാൻസ്. ഇവൾ ഫ്രാൻസിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയായിട്ട് 1 വർഷം തികയുകയാണ്. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് ആക്ഷൻ ആണ്, 1 വർഷമാണ് നമുക്ക് ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത്. I will have been studying English for 3 years by the end of this course. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിട്ട് 3 വർഷം തികയും ഈ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അത് ഫ്യൂച്ചർ ടൈമിലാണ്. ഈ കോഴ്സ് കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ ഈ കോഴ്സ് ഇപ്പൊ കഴിഞ്ഞിട്ടില്ല, കഴിയാൻ പോകുന്നേ ഉള്ളൂ, ഭാവിയിലാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നത്. സോ അന്നേരത്തേക്ക് ആ ഒരു ഫ്യൂച്ചർ റെഫറൻസിലുള്ള കാര്യം ആ ഫ്യൂച്ചറിൽ കംപ്ലീറ്റ് ആകുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ടെൻസിൽ എപ്പോഴും പറയുന്നത്. വി ആർ ലേറ്റ്, ഐ തിങ്ക് ദേ വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ us. നമ്മൾ ലേറ്റ് ആയി, ഐ തിങ്ക് ദേ വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ us. ഞാൻ ഓർക്കുന്നത് അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ്. ഓക്കെ, ഇവിടെ അവർ നേരത്തെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി, ഇപ്പോഴും അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫ്യൂച്ചർ ഒരു പോയിന്റ് നമ്മൾ എത്തുന്ന വരെ അവർ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ പാസ്റ്റിൽ തന്നെ ആ ഒരു കാര്യം തുടങ്ങി, പ്രസന്റിലും പിന്നെ ഫ്യൂച്ചറിലാണ് ആ കാര്യം എൻഡ് ആകുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ നോക്കിയ 4 എക്സാമ്പിളുകളിലും ഒന്നാമത്തെ എക്സാമ്പിളിലാണെങ്കിലും 20 വർഷം മുമ്പേ ആ ടീച്ചർ അവിടെ പഠിപ്പിക്കാൻ തുടങ്ങി പാസ്റ്റിലെ ഒരു സമയത്ത്. ഇനി ആ ഒരു മാസം കഴിഞ്ഞ് ഈ സെപ്റ്റംബർ ആവുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അത് ഭാവിയിലെ പോയിന്റ്. അപ്പം 20 വർഷം മുമ്പ് ഒരു പഴയ സമയമാണ്, ഭൂതകാലമാണ്. കംപ്ലീറ്റ് ആകുന്നത് സെപ്റ്റംബർ മാസമാണ്, അത് ഭാവി കാലവുമാണ്. ഓക്കെ, സോ പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് ഒരു ജേർണിയാണ് ഈ ടെൻസിൽ നമ്മൾ ആക്ച്വലി നടത്തുന്നത്. സോ പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് തുടർച്ചയായി ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാത്ര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇപ്പൊ എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാവുന്നതാണ്. So this is all for about the future perfect continuous tense. നമുക്കിനി അടുത്ത വീഡിയോയിൽ going to in the usage side കണ്ടുമുട്ടാം. Till then, bye bye.